വെള്ളറുടെ കിളിയൂരിൽ മകൻ അച്ഛനെ വെട്ടിക്കൊന്ന സംഭവത്തിൽ മകൻ പ്രജിൻ ജോസിനെ ദുർമന്ത്രവാദമുണ്ടെന്ന് വീട്ടുകാർ ആരോപിക്കുന്നു. കിളിയൂരിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായ മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയതിനു പിന്നിൽ ദുർമന്ത്രവാദമുണ്ടെന്ന് അമ്മ പറയുന്നു. മകൻ പ്രജിൻ ജോസിന്റെ സ്വഭാവത്തിലെ മാറ്റം ഭയന്നാണ് താനും ഭർത്താവും കഴിഞ്ഞിരുന്നതെന്ന് അമ്മ സുഷമകുമാരി വെളിപ്പെടുത്തുന്നു. കൊച്ചച്ഛനെ ഉപദ്രവിക്കുമ്പോൾ ഞാൻ ചെന്ന് നിന്നാലും വലിയ എന്നെ ഉപദ്രവിക്കില്ല, അവരെയാണ്. അവരെ എങ്ങനെയെങ്കിലും അവന് ഞാൻ പറയും, എന്തിനും നിൻ്റെ പാവപ്പെട്ട ഡാഡിയെ നീ ഉപദ്രവിക്കും, ഇങ്ങനെ ഞാൻ ചോദിക്കും. ഡാഡി പോയാൽ പിന്നെ നമ്മളെ ഈ ജീവിതം എല്ലാം പോവും, അതുകൊണ്ട് നീ ഡാഡി ഒന്നും ചെയ്യരുത്. അതിപ്പോഴാണ് ഈ ഇത് പറഞ്ഞു. ഇവൻ പല ആവർത്തിക്കുക ഞങ്ങളെ രണ്ടിനെയും രാത്രിയെല്ലാം ഇവൻ രാത്രി ആ സമയങ്ങളിലൊക്കെ പുറത്ത് പോകുമ്പോഴൊക്കെ പിന്നെ അറിയില്ല, നമ്മൾ പട്ടി വരയ്ക്കുമ്പോഴാണ് അറിയുന്നത്. നമുക്കതോ തല്ലിയെങ്കിലും തുറക്കും. അപ്പോഴ് ഈ രാത്രി ഉറങ്ങി കിടക്കുമ്പം അപ്പോഴൊന്നും ഉപദ്രവിച്ചിട്ടില്ല. കിളിയൂർ ചാരുവിള ബംഗ്ലാവിൽ ജോസാണ് കൊല്ലപ്പെട്ടത്. ഹാളിൽ സോഫയിൽ ചാരിക്കിടന്നിരുന്ന ജോസിന്റെ കഴുത്തിൽ വെട്ടുകയായിരുന്നു. പുറത്തേക്കിറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ജോസിനെ അടുക്കളയിൽ വെച്ച് വീണ്ടും കഴുത്തിലും തലയിലും നെഞ്ചിലും വെട്ടിയാണ് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ 5 രാത്രിയിലായിരുന്നു കൊലപാതകം. വീട്ടിലെ 2ാം നിലയിലെ മുറിയിൽ നിഗൂഢമായ ജീവിതമാണ് പ്രജിൻ നയിച്ചിരുന്നതെന്ന് അമ്മ പറയുന്നു. ചൈനയിലെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കാത്തതിലെ വിഷമവും മകനുണ്ടായിരുന്നുവെന്ന് ഇവർ പറയുന്നു. തുടർന്ന് വീട്ടിൽ വെറുതെ കഴിയുന്നതിനിടയിലാണ് 1.5 ലക്ഷത്തോളം രൂപ ചെലവിട്ട് കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയത്. ഇതിനുശേഷമാണ് പ്രജിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. ഇതിനുശേഷം പള്ളിയിൽ പോകാനും മടി കാട്ടാറുണ്ട്. എപ്പോഴും മുറി അടച്ചിട്ടിരിക്കുന്നത് പതിവായിരുന്നു. മുറിയിലേക്ക് ആർക്കും തന്നെ പ്രവേശനവുമില്ല. ചിലപ്പോഴൊക്കെ രാത്രിയിൽ വാഹനമെടുത്ത് പുറത്തു പോകുന്ന പ്രജിൻ മണിക്കൂറുകൾ കഴിഞ്ഞാണ് മടങ്ങി വന്നിരുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ മർദ്ദനവും പതിവായിരുന്നു. ഇക്കാരണത്താൽ പ്രജിൻ്റെ മുറിയിൽ എന്താണ് നടക്കുന്നതെന്നുള്ള ഒരു വിവരവും തങ്ങൾ അറിഞ്ഞിരുന്നില്ലെന്ന് അമ്മ പറയുന്നു. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് പ്രജിൻ ശരീരത്തിലെ രോമങ്ങളും തലമുടിയും സ്വന്തമായി പൂർണ്ണമായും നീക്കം ചെയ്ത് മുറിയുടെ മൂലയിൽ കൂട്ടിയിട്ടിരിക്കുന്നു. കൂടാതെ മേശപ്പുറത്ത് കറുപ്പ് നിറത്തിലുള്ള വിചിത്രമായ പ്രതിമകളും പ്രത്യേകതര ആയുധങ്ങളും സൂക്ഷിച്ചിരുന്നു. സാത്താൻ സേവ പോലുള്ള അഭിചാര കർമ്മങ്ങളിൽ മകൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ടെന്ന് പറയുന്നു. മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് പരിഹാരം കണ്ടെത്തണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യവും. നെയ്യാറ്റിങ്കര തൊഴിക്കൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രജിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താലേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ എന്നാണ് വെള്ളറട പോലീസും പറയുന്നത്. GTV ന്യൂസ്, വെള്ളറട.